തൃശൂർ വരവൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു. വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഷോക്കേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. എന്നാൽ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ വിടുന്ന സമയത്ത് ക്ലാസിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥി കൈപൊക്കിയപ്പോൾ ഭിത്തിയിലെ വിള്ളലിൽ നിന്നും ഷോക്കടിക്കുകയായിരുന്നു. കുട്ടി വീട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളോട് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ഓട്ടുപാറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കട്ടിൽപ്പാടി നിന്ന് കൈ പൊക്കിയതാ, അപ്പൊ അവിടെ പൊട്ടിയിട്ടുണ്ടെന്ന്, പൊട്ടിയില്ലാണ് ഷോക്കടിച്ച്. കുട്ടിയുടെ കൈക്ക് കടുത്ത വേദനയുണ്ടെന്നും 3 ആഴ്ചയ്ക്ക് ശേഷം വേദന മാറിയില്ലെങ്കിൽ MRI സ്കാനിങ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ പിതാവ് അനീഷ് പറഞ്ഞു. അപ്പോൾ മഴ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടളയുടെ വാർപ്പിൻ്റെ കട്ടളയാണ്. അപ്പോൾ അവിടെ ഈ ചുമര് ചെറുതായിട്ടൊരു പൊട്ടലായിട്ട് വാർപ്പിൻ്റെ സൈഡും പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മഴവെള്ളം ലീക്കായി വന്നിട്ട് കൈ പൊക്കിയപ്പോൾ അങ്ങനെയാണ് ഷോക്കേറ്റത്. അങ്ങനെ ഷോക്കേറ്റ സമയത്ത് അവൻ കൈ പുറകിലോട്ട് വലിക്കുകയും അവിടെ പിന്നെ ആശുപത്രിയിൽ 3 ആഴ്ച മെഡിസിൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 3 ആഴ്ച കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളത് കുറവില്ലെങ്കിൽ MRI സ്കാൻ എടുത്തിട്ട് വേറെ ട്രീറ്റ്മെൻറ്റ് നോക്കണം. കുട്ടിക്ക് ഷോക്ക് അടിച്ച വിവരം അന്നേ ദിവസം അവധിയിലായിരുന്ന ടീച്ചറെ അറിയിച്ചെങ്കിലും HMനെ വിവരം ധരിപ്പിക്കാമെന്ന് പറയുകയായിരുന്നു. എന്നാൽ ഇതുവരെ സ്കൂളിൽ നിന്നും കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പിതാവ് പറഞ്ഞു. 6000 രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമാണെന്നും ഇത്രയും തുക കൂലിപ്പണിക്കാരനായ തനിക്ക് ഉണ്ടാക്കാനാകില്ലെന്നും HMനോട് പറഞ്ഞെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും അനീഷ് കൂട്ടിച്ചേർത്തു. സംഭവത്തെ നിസ്സാരവൽക്കരിച്ച സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP മുന്നറിയിപ്പ് നൽകി. ജനം, തൃശൂർ.